ഹലോ, നമ്മളിന്ന് ഒരു റാപ്ട്രോൺ സ്കേർട്ടാണ് ചെയ്യുന്നത്. അതും പാനൽ കട്ടിലാണ്. പാനൽ കട്ട് എന്ന് പറയുമ്പോൾ 8 പീസ് ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു സ്കേർട്ടിനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓരോ പീസിനും നമുക്ക് അരവണ്ണത്തിന് 7.5 ഇഞ്ചാണ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ താഴത്തെ വിട്ത് വരുന്നത് 14.5 ഇഞ്ചുമാണ്. ഓക്കെ, നമ്മൾ അതിന് ലെങ്ത്തായിട്ട് എടുത്തിട്ടുള്ളത് ഒരു 24 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു അളവാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു മുട്ടിന് താഴെ കണ്ട് നിൽക്കുന്ന ഒരു ലെങ്ത്തിലേക്ക് നമുക്ക് കിട്ടും കേട്ടോ. ഒരു 3/4 എന്നൊക്കെ പറയുന്ന കണക്കിന് കിട്ടും 24 ഇഞ്ച് ആകുമ്പോഴത്തേനും. ഓക്കെ, അപ്പോൾ ഈ 24 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് വിട്ടുള്ള ഒരു ബാൻഡും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ 8 പീസ് ഞാൻ ഇതിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ 8 പീസ് എന്ന് പറയുന്നത് 4 പീസ് ഫ്രണ്ടിലേക്കും 4 പീസ് ബാക്കിലേക്കുമായിട്ട് വരും നമുക്ക്. അപ്പോൾ റാപ്പ് റൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു മുണ്ട് ചുറ്റിയെടുക്കുന്ന ഒരു തരം സ്കേർട്ട് ഉണ്ടല്ലോ, അതിനാണ് പറയുന്നത്. അപ്പോൾ ഈ 4 പീസ് ഫ്രണ്ടിലേക്കുള്ളത് ഞാൻ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. വിട്ട് കുറവുള്ള പോർഷൻ മേലേക്കും വിട്ട് കൂടുതലുള്ള പോർഷൻ താഴേക്കും ഇട്ടിട്ടാണ് എല്ലാ പീസും ഒരുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെ 4 പീസ് ഫ്രണ്ടിലേക്കും 4 പീസ് ബാക്കിലേക്കും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ആ 2 പീസിനെയും ബാക്കും ഫ്രണ്ടും വരുന്ന ആ പീസിനെയും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഈ 8 പീസും തമ്മിൽ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ചാണ് അതായത് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന് ബാൻഡ് ആവശ്യമുണ്ട്. അപ്പോൾ ബാൻഡ് ഒരു വള്ളി പോലെ കെട്ടാവുന്ന വിധത്തിനാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അരവണ്ണം നമ്മൾ എത്രയാണോ എടുത്തിരിക്കുന്നത് ആ ടോട്ടൽ അരവണ്ണത്തിൻ്റെ അത്രയും കൂടി ലെങ്ത്തുള്ളൊരു മെറ്റീരിയൽ വേണം നമുക്ക് ഈ ബാൻഡിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഞാനത് ജോയിൻ ചെയ്തിട്ടാണ് 2 പീസ് ജോയിൻ ചെയ്താണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ മെറ്റീരിയലിൻ്റെ വിട്ത് വരേണ്ടത് ഒരു 4 ഇഞ്ചെങ്കിലും വിട്ത്തിട്ടിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്ത് ഇത് ഈ കാണുന്ന രീതിയിൽ ഒന്ന് മടക്കിയെടുത്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് 1.5 ഇഞ്ച് ബാൻഡിന് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ കട്ട് ചെയ്ത് നമ്മൾ ഈ ബാൻഡിനെടുത്തിരിക്കുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, ഇതിൻ്റെ 2 അറ്റത്തേക്കും വരുന്ന ഭാഗം ഒന്ന് നമ്മൾ ഈ കാണുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് മറയ്ക്കാം കേട്ടോ. അപ്പോൾ മറിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ തുമ്പ് വരുന്ന ഒരു പോർഷൻ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഈ കാണുന്ന രീതിയിലൊന്ന് മടക്കി കൊടുക്കണം. അങ്ങനെ മടക്കി കൊടുത്തിട്ട് നമ്മൾ 2 അറ്റത്തു നിന്നും കുറച്ച് ദൂരം അങ്ങ് നീക്കി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണേ. ഇപ്പം ഈ കാണിക്കുന്ന രീതിയിൽ ഒന്ന് നിങ്ങൾ നീക്കി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നടുക്കിൽ കുറച്ച് നമുക്കിങ്ങനെ ഗ്യാപ്പായിട്ട് കിട്ടും. അതെന്തിനാണെന്നുള്ളത് പറഞ്ഞു തരാം. ഇതിപ്പോൾ കുറച്ച് ദൂരം തയ്ച്ചിട്ട് ഞാൻ നിർത്തി. ഓക്കെ, ഇനി അപ്പുറ സൈഡും ഈ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരണം കേട്ടോ. ശേഷം എന്തിനാണെന്നറിയോ, അതിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിലേക്കാണ് നമുക്ക് ഈ സ്കേർട്ടിന് വേണ്ടി തയ്ച്ച് വെച്ചിരിക്കുന്ന പോർഷനെ പിടിപ്പിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ വള്ളി നമ്മൾ വള്ളിയായിട്ട് നമ്മൾ കെട്ടാൻ ഉദ്ദേശിക്കുന്ന ഈ ബാൻഡിനെയാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം, ഫ്രണ്ടിലെ തുമ്പിലേക്ക് വരുന്ന ഭാഗം കുറച്ച് തലയിട്ട് കൊടുത്താൽ മതി. കുറച്ച് ഗ്യാപ്പ് നീക്കിയിട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് നമുക്ക് ഈ സ്കേർട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് പോവാം. ഓക്കെ, നമുക്ക് ബാക്കിലേക്ക് വരുന്ന ഒരു പോർഷനുണ്ട്. ബാക്കിലേക്ക് വരുന്ന ആ വള്ളി നമ്മൾ കുറച്ച് നീളത്തിൽ തന്നെ അവിടെ ഇട്ടേക്കണം കേട്ടോ, ബാലൻസായിട്ട്. അപ്പോഴാണ് നമുക്ക് ചുറ്റിക്കെട്ടാനായിട്ടുള്ള നീളം ആ വള്ളിയിൽ കാണുള്ളൂ. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം ആ ബാൻഡ് ഒന്ന് നിങ്ങളവിടെ ആ സ്കേർട്ടിൻ്റെ പോർഷനിലേക്ക് സെറ്റാക്കി കൊടുക്കാനായിട്ട്. ഇത്രയും ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി എങ്ങാനും എവിടെയെങ്കിലും ഒരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചുറ്റിക്കെട്ടുന്ന ആ ഒരു പോർഷൻ കാണിക്കുമ്പോൾ മനസ്സിലാവും എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് നമുക്കിവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഇനി വരുന്നതെന്നുള്ളത് കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാനിപ്പോൾ ബാൻഡിൻ്റെ ഒരു സൈഡിലേക്കുള്ള ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറേക്കുള്ള ഭാഗവും കൂടി അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുക്കാൻ കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളതിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനതെങ്ങനെയാണ് ബാൻഡ് സെറ്റാക്കി കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഒരു 1/2 ഇഞ്ച് നമ്മളവിടെ മടക്കി ഉള്ളിലേക്ക്
തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അതിലേക്ക് ആ സ്കേർട്ടിൻ്റെ പോർഷനും ആ 1/2 ഇഞ്ച് കയറ്റി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിടിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒന്നങ്ങനെ മടക്കി കൊടുത്തിട്ട് അയൺ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ആ വടു കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടേ. ഓക്കെ, അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള ഒരു പോർഷനാണ് കാണിക്കുന്നത്. അപ്പോൾ 4 4 8 പാനൽ നമുക്കവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി സൈഡ് നമ്മൾ കൂട്ടിയിട്ടില്ല ഈ സ്കേർട്ടിന് നമ്മൾ ചുറ്റിക്കെട്ടാണ്. അപ്പോൾ കെട്ടുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. ആ സൈഡിൽ വള്ളി കണ്ടല്ലോ, ആ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ഇതെങ്ങനെയാണ് നമ്മൾ കെട്ടാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു സൈഡിൽ നീളം കൂടുതലുള്ള വള്ളിയും ഒരു സൈഡിൽ ഇച്ചിരി നീളം കുറവുള്ള വള്ളിയാണ് കേട്ടോ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലേക്ക് വരുന്ന പോർഷൻ കണ്ടോ, ആ വള്ളിക്ക് നീളം കുറച്ച് കുറവാണ്. ബാക്കിലേക്ക് പോകുന്ന വള്ളിക്കാണ് നീളം കൂടുതലുള്ളത്. അത് നമ്മൾ ബാക്കിലേക്ക് ചുറ്റി അങ്ങനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടാണ് അവിടെ കെട്ട് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളൊരു പൂക്കെട്ട് പോലെ കെട്ടി നിർത്താണ് ചെയ്യുന്നത്. അതാണ് ഈ സ്കേർട്ടിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫൈനൽ ലുക്ക് ആവുന്നത്. അപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാവും ആ പാളി നീങ്ങിപ്പോവുമെന്നൊക്കെ. നീങ്ങിപ്പോയാലും നമുക്ക് അപ്പുറേ സൈഡ് കാണില്ല കേട്ടോ. ഉള്ളിലേക്കുള്ള പീസ് നല്ലപോലെ തന്നെ ഉള്ളിലേക്ക് നീക്കിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് റാപ്പ് റൗണ്ട് സ്കേർട്ട് വരുന്നത്. അത് ഒരു പാനൽ കട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തായാലും എൻ്റെ കമൻ്റ് ഒന്ന് അറിയിക്കണേ.